ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് കണ്ടോ. ഞാൻ നട്ടുകൊടുത്ത നമ്മുടെ തക്കാളി നന്നായിട്ട് പഴുക്കാൻ വേണ്ടി നിർത്തിയായിരുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതേ നമ്മുടെ ഈ തക്കാളി നന്നായിട്ട് പഴുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം പാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിർത്തിയായിരുന്നത്. പക്ഷേ ഇത് കണ്ടോ, അത് പൊട്ട് വീണേക്കാണ്. ഇത് നന്നായിട്ട് മൂത്താൽ ഇങ്ങനെ പൊട്ട് വീഴുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ തക്കാളികളെല്ലാം തന്നെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ വിളവെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പൊട്ടിയ തക്കാളി ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് മൂക്കാൻ വേണ്ടി നിർത്താറുന്നതാണ് നമുക്ക് ഇതിൻ്റെ അരി എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളിയുടെ അരി ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് കീറി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അരിയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ആ ഞോളപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയുടെ അരി ഒരു 2-3 പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇത്രയും അരിയാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയേക്കണേ. അപ്പോൾ ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് പാവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടി, ഇതുപോലെ മുമ്പ് ഞാൻ മുളക് തൈ നട്ടിരുന്ന ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു ചീരത്തൈ നിൽക്കുന്നുണ്ട്. അത് കളയാതെ തന്നെ നമുക്ക് ഈ അരി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് പാവി കൊടുക്കാം കേട്ടോ. അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കോല് കൊണ്ട് ഒന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ തക്കാളിയുടെ അരിയൊക്കെ പാവി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയുടെ അരി ഇതുപോലെ നേരിട്ട് തന്നെ പാവി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം, അല്ലെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പാവാണെങ്കിൽ അല്പം കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് നമ്മുടെ വെണ്ടയമ നിൽക്കുന്ന വെണ്ടക്കായ കൂടി ഒന്ന് വിളവെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ വെണ്ടക്കായൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വെണ്ടക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി തൈയാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ആ 2 തക്കാളി തൈമേന്നാണ് നമുക്ക് ഇത്രയും തക്കാളി, ഒട്ടും വിഷാംശമൊന്നുമില്ലാത്ത ഫ്രഷ് തക്കാളി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷാംശമില്ലാത്ത വെണ്ടക്കായും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ 2 തൈ നമ്മുടെ വീട്ടിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല പച്ചക്കറി, ഫ്രഷായിട്ടുള്ള വിഷാംശമില്ലാത്ത പച്ചക്കറി പറിച്ച് കറി വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്കൊരു സാമ്പാർ ഉണ്ടാക്കാനുള്ള വെണ്ടക്കായും അതുപോലെ 2-3 കറിക്കുള്ള തക്കാളിയും കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഒരു 2 തൈ നിങ്ങൾ നടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ടുള്ള പച്ചക്കറി പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.